ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായയാണ് കേട്ടോ. ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ചായയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇതെന്താ ചായൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്? ചായ ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എങ്കിലും ചായ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ട് വന്നത് കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പം ഇത് എനിക്ക് വന്നൊരു കമൻറ്റിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചായ ഉണ്ടാക്കുന്ന ഇതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്താ ഞാൻ എങ്ങനെയാണ് ചായ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം. ചായ ഉണ്ടാക്കുന്നുള്ളത് സിമ്പിളാണെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ മെത്തഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവരുടേതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് കടുപ്പം കൂടുതൽ വേണ്ടി വരും, മധുരം കുറക്കേണ്ടി വരും, ചിലർക്ക് എല്ലാം കൂടുതലൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളതെന്നും എൻ്റെ ടേസ്റ്റ് എന്താണെന്നും അങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം അതുപോലെ തന്നെ ചായ ഫേവറേറ്റ് അല്ലാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ, കേരളക്കാരെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഏതൊരു മലയാളിക്കും ചായ എന്നുള്ളത് ഒരു എന്താ പറയുക, അഡിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോബി ഒക്കെ ആയിരിക്കും. അത് രാവിലെയോ വൈകിട്ടോ എന്തായാലും നിർബന്ധമായിട്ടുള്ളവരുണ്ടാവും. ചിലർക്ക് അത് അതേ സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദനയൊക്കെ വരുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവും. എന്തൊക്കെ അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ചായയുടെ കാര്യത്തിൽ അതൊരു ഔട്ട് ഓഫ് ഫാഷനോ ഔട്ടായിട്ടോ ഒന്നുമില്ല. ഇന്നും നിലവിലും ചായ എന്നുള്ളത് അതിൻ്റെതായൊരു പഴമൊക്കെ ഒന്നും പോകാണ്ട് അതിൻ്റെതായൊരു പുതുമയിൽ തന്നെ നിൽക്കുന്നൊരു സംഭവം കൂടിയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പാൽ, അതിന് 1.5 ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് രണ്ടും കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഞങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് മധുരം കൂടുതൽ കഴിക്കുന്നവർക്ക് മധുരം കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം കുറച്ച് മധുരം മതി എന്നുള്ളവർ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പഞ്ചസാര കൂട്ടാത്തവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മധുരം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കടുപ്പം കൂടുതൽ വേണ്ടവരാണെങ്കിൽ കൂടുതൽ ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൈറ്റായിട്ടൊക്കെയാണ് കുടിക്കുക എന്നുള്ളവരുണ്ടെങ്കിൽ കുറച്ചൊക്കെ ചായപ്പൊടിയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിത്തിരി കടുപ്പത്തിലൊക്കെ കുടിക്കുന്നൊരു ഐറ്റമാണ്, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മുതൽ 15 മിനിറ്റോളം ഇത് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ ആക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചെടുക്കണം. ഈ ചായപ്പൊടിയൊക്കെ നല്ല രീതിക്ക് തന്നെ കുക്കായി വരണം കേട്ടോ. അപ്പം തന്നെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നല്ലൊരു വ്യത്യാസം വരും. അപ്പം അതുവരെയും ഇത് നല്ല രീതിക്ക് തന്നെ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റും കേട്ടോ. നല്ല രീതിക്ക് തന്നെ തിളച്ചൊക്കെ കുക്കായി ചായപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി ഒക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ടാവും. ചായപ്പൊടിയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് വെച്ചിട്ട് ഇതിനൊന്ന് അരച്ചൊക്കെ എടുക്കുക. ഈ കമൻറ്റ് വന്നിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം. പക്ഷെ എനിക്കത് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടോ. പിന്നെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നൊരു സബ്സ്ക്രൈബറും കൂടി ആയതുകൊണ്ട് കമൻറ്റ് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതിന്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തതിന്. തുടർന്നും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മടിക്കരുത്.
അപ്പം ഇതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ടും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു ഇമോജെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കണേ. പിന്നെ അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം എന്തെങ്കിലും റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പം അടിപൊളിയായിട്ടുള്ള നല്ല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് സൺറൈസിൻ്റെ മഗ്ഗെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ചായപ്പൊടി ബോച്ചട്ടീൻ്റെ ചായപ്പൊടിയാണ്. അപ്പം സൺറൈസിൻ്റെ ചായപ്പൊടി നിറത്തിട്ട് തിരക്കരുത് കേട്ടോ. പിന്നെ ചായ അടിക്കാൻ പോക്കാന്ന് കേട്ടോ. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് ഏത് സമയത്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും കുടിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ ചായ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ കുടിക്കാത്ത ആളാണോ എന്നെല്ലാം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.